റജബ് വരികയാണ് ഇൻഷാ അല്ലാഹ്. റജബ് വന്നു കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന ദിക്ർ ചൊല്ലൂലേ? ചൊല്ലൂലേപ്പാ? എന്തേ പെൺപിള്ളേരായിട്ട് അടികൂടി വന്നിരിക്കും പോലെ നിങ്ങൾ നിൽക്കുന്ന ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? അപ്പോ ഒരു പ്രത്യേക ദിക്റുകൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. റജബിനെ കുറിച്ച് ഒരു ദിക്ർ പറയണമെന്ന് ഇൻഷാ അല്ലാഹ്, ദിക്റിനെ കുറിച്ച് പറയണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ദിക്ർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ റജബ് വന്നു കഴിഞ്ഞു. റജബ് വന്നു കഴിഞ്ഞപ്പോൾ ലൊഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഇൻഷാ അല്ലാഹ്, ലൊഹറും അസറിന്റെ ഇടയിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദി ളാലിമാ ലാ യംലികു ലിനഫ്സിൻ ضرا ولا نفعا ولا موتا ولا حياة ولا نشورا. കുറച്ച് വരികളെ ഉള്ളൂ, കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നില്ല. കുറച്ച് വരികൾ മാത്രം. ഒന്നുകൂടെ പറഞ്ഞുതരാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദി ളാലിമാ വലാ ഹയാതൻ വലാ നുശൂറാ. താഴ്മയോടുകൂടി നമ്മൾ അവിടുന്ന് ദിക്റുകൾ സ്വലാത്തുകളും ചൊല്ലിയിട്ട് അവിടുന്ന് അസർ നിസ്കാരത്തിന്റെയും ലൊഹറിന്റെ ഇടയിൽ ലൊഹർ നിസ്കരിച്ചിട്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെതായ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ 7 തവണയോ ഇല്ലെങ്കിൽ 1 തവണയോ ഇല്ലെങ്കിൽ 11 തവണയോ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടുന്ന അനുസരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പാവങ്ങൾ പൊറുപ്പിക്കാനും നിങ്ങളുടെ ദർജകൾ കൂട്ടാനും കാരണമാകുമെന്ന്, അതുപോലെ പ്രത്യേകം റജബിൽ ഇത് ചൊല്ലാൻ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് കൽപ്പിക്കുകയാണ്. വെറുതെ പറയല്ല. നുസ്റത്തുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബിൽ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നുസ്റത്തുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബിലുണ്ട് കാര്യം. ഇൻഷാ അല്ലാഹ് വെറുതെ പറയില്ല. അപ്പൊ എല്ലാവരും ദിക്ർ ചൊല്ലിയില്ലേ? ഇനി വേറൊരു ദിക്റിനോട് പറഞ്ഞു തരാം. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഅതൂബ് ഇലൈക്. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഅതൂബു ഇലൈക് എന്നുള്ള ദിക്റും ചൊല്ലുക അവിടെ നിന്ന്. അത് സദാ നിങ്ങളുടെ പതിവാക്കണം. റജബ് വരെയാണ്. റജബ് വന്നു, ഇനി ശഅബാൻ വരാൻ പോവാണ്, ഇനി റമളാൻ വരെയാണ്. അപ്പോൾ ഈ ദിക്റുകൾ നിങ്ങളുടെ കൃത്യമായി പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ദറജകൾ ഉയർന്നു കിട്ടുമെന്ന് അവിടുന്ന് പണ്ഡിതന്മാർ നുസ്റത്തുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബിലുണ്ട്. അത് നുസ്റത്തുൽ മജാലിസിലുള്ള തന്നെയാണ്. ഇനി പറഞ്ഞു തരാം ഒരു കാര്യം. ഒരു വർഷത്തിൽ 15 ദിവസങ്ങളാണ് ദുആക്ക് ഇജാബത്തുള്ളതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അതായത് പണ്ഡിതൻ എന്നറിയോ? ഇമാം ഗസാലി ഇമാം തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നതായി കാണാം. റമളാനിന്റെ പുറത്ത് 9 എണ്ണമെന്നാണ് മഹാന്മാർ ഇവിടെ നിന്ന് രേഖപ്പെടുത്തുന്നത്. റമളാനിൽ 6 പ്രത്യേക ദിവസങ്ങളുണ്ട്. റമളാന്റെ പുറത്ത് 9 എണ്ണമാണ്. റമളാന്റെ പുറത്ത് 9 എണ്ണം. ഒന്ന് ചെറിയ പെരുന്നാള്. റമളാന്റെ പുറത്ത് ഒന്ന് ചെറിയ പെരുന്നാൾ. പിന്നൊന്ന് ദുൽഹിജ്ജയുടെ 8, 9, 10. ദുൽഹിജ്ജ 8, 9, 10. പിന്നെ റജബിന്റെ ആദ്യത്തെ ദിവസവും റജബിന്റെ 27ാമത്തെ ദിവസവും. പിന്നെ അത് മുഹറത്തിലുണ്ട്. മുഹറത്തില് 1 ഉണ്ട്, പിന്നെ 1 തൊട്ട് 10 വരെ ഉണ്ട്. 1 ഉണ്ട്, പിന്നെ 10 ഉണ്ട്. 1-ാം ദിവസം 10-ാം ദിവസം. റജബില് 1-ാം ദിവസമുണ്ട്, 27ാമത്തെ ദിവസമുണ്ട്. ഷഅബാനില് ഷഅബാൻ 15 ഉണ്ട്. അങ്ങനെ എത്രയായി? 9 എണ്ണായി. 9 എണ്ണായില്ലേ? 9 എണ്ണായില്ലേ? 9 എണ്ണം. അപ്പോലെ റജബില് അവിടെ നിന്ന് 27ാമത്തെ ദിവസം 27ാമത്തെ രാവിലെ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ആ ഇഹ്യാ ഉലൂമുദ്ദീൻ കൂടി ഗസാലി ഇമാം പറയാണ്. ഇൻഷാ അല്ലാഹ് ദുആരക്കൂലേ? അപ്പോൾ ദുആ ചെയ്യണം. അവിടെ നിന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ദുആരക്കണം. റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആരക്കണം. ആ ദുആയിൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെയാണ് ഇൻഷാ അല്ലാഹ് വേറൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. റജബിലും വേറൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം.
ഇതാരവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് എന്ന റജബില് പ്രത്യേകം ചൊല്ലാൻ അവിടെ നിന്ന് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്നുള്ള ദിക്റും അത് 100 തവണയോ 70 തവണയോ ചൊല്ലാൻ അവിടെ നിന്ന് പണ്ഡിതന്മാര് കൽപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞു തരാം, റജബിൽ എന്ന് പറഞ്ഞാൽ 3 പ്രത്യേക ദിവസങ്ങളുണ്ട്. അതിലിപ്പോ 2 കഴിഞ്ഞു പോയി, ഇനി 1 മാത്രം നമുക്ക് അവശേഷിക്കുന്നു. ഒന്ന് റജബിന്റെ ആദ്യത്തെ ദിവസമാണ്. ആദ്യ റജബ് ഇങ്ങനെ പൊട്ടി വളർന്നെന്ന് എല്ലാവരും പറയുന്നതായ ദിവസമാണ് 1 ദിവസം. 2ാമത്തെ ദിവസം ആദ്യത്തെ വെള്ളിയാഴ്ച റജബിന്. പിന്നൊരു ദിവസമുണ്ട്, അത് മിഅ്റാജിന്റെ ദിവസമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ 3 രാത്രിയിലും നാം എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിറവേറ്റിത്തരുമെന്ന് പണ്ഡിതന്മാർ അവിടുന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് റജബന ശഹറുല്ലാഹ് വശഅബാന ശഹരി വശഅബാന ശഹരി. 1ാമത്തെ മാസമേതാ? അത് റജബാണ്. ആ റജബ് നമ്മുടെ മുമ്പിലേക്ക് ആഗതമായപ്പോൾ ആ റജബിന്റെ മഹത്വങ്ങളെ പോലും മറിമങ്ങാമത്തിന്റെ ആ റജബിന്റെതായ മഹത്വത്തിനെ പോലും മറന്നുകൊണ്ട് കവലയിൽ ഇന്നേ വരേക്കും പള്ളിയിലേക്ക് കയറാതെ കടന്നേരിക്കുന്നതായ ചെറുപ്പക്കാരോട് പറയാ, പൊന്നുമോനെ, നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ ദിവസമാ, നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ മാസമാണ് റജബ്. അതുകൊണ്ട് ഒന്ന് പള്ളിയിൽ കയറടാ പൊന്നുമോനെ. നിനക്കതേ എത്ര സമയം വേണം?